തൃശൂർ പൂരം കലക്കലിൽ ഗുരുതര വീഴ്ചയെന്ന റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ട് DGP സർക്കാരിന് കൈമാറി. അന്നത്തെ ADGP ആയിരുന്ന MR അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയുണ്ടായെന്ന് DGP ഷേഖ് ദർവേഷ് സാഹിബ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങളുമായി D ബിനോയ് ചേരുന്നു. ബിനോയ്, എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ഇന്ന് വൈകുന്നേരമാണ് മുഖ്യമന്ത്രിക്ക് ആ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് DGP. അതിനകത്ത് പ്രധാനമായി പറയപ്പെടുന്ന ഒരു കാര്യം, അന്ന് ഈ ഡെപ്യൂട്ടേഷനിൽ അല്ലായിരുന്നു, കൃത്യമായി ജോലി നിർവഹണത്തിന് വേണ്ടിയായിരുന്നു ADGP MR അജിത് കുമാർ തൃശ്ശൂരിൽ എത്തിയത്. ആ കൃത്യനിർവഹണത്തിനിടയിൽ കൃത്യമായ വീഴ്ച പറ്റിയിരിക്കുന്നു. കാരണം പ്രതിസന്ധികൾ ഉണ്ടായ സമയത്ത് റവന്യൂ മന്ത്രി K രാജൻ വിളിച്ച ഒരു ഫോൺ കോൾ പോലും എടുത്തിരുന്നില്ല. എടുക്കാതിരുന്ന ശേഷം അടുത്ത ദിവസം വീണ്ടും ഈ പ്രശ്നമുണ്ടായതിനു ശേഷം വീണ്ടും വിളിച്ചപ്പോഴേക്കും താൻ ഫോൺ കോളുകൾ സംബന്ധിച്ച കാര്യങ്ങളെ കുറിച്ച് ഒരു വിവരവും നൽകിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതായത് നേരത്തെ തന്നെ K രാജൻ സംസ്ഥാന മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് DGPയും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഒരു ത്രിതല അന്വേഷണ കമ്മീഷനെ രൂപീകരിച്ചിരുന്നു. ആ അന്വേഷണ കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ DGP ഷേഖ് ദർവേഷ് സാഹിബ് ഇപ്പോൾ ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. കാരണം ഇതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കാരണം വരും ദിവസങ്ങളിൽ UPSCയുടെ അടുത്ത DGP നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആണ് ഈ പെട്ടെന്ന് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുന്നത്. ആ റിപ്പോർട്ട് ഇനി മുഖ്യമന്ത്രി കൈവശം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി എങ്ങനെയാണ് ഇത് പരിഗണിക്കുന്നത് എന്നുള്ള കാര്യം അതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും വ്യക്തമായിട്ടില്ല. എന്തായാലും ADGP MR അജിത് കുമാറിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ. കാരണം ഇതിനകത്ത് രാത്രി 12:30 മണിക്ക് ശേഷം റവന്യൂ മന്ത്രി K രാജൻ വിളിച്ച ഫോൺ കോളുകൾ എടുത്തിട്ടില്ല. മാത്രവുമല്ല, ഓൺ ഡ്യൂട്ടി, അതായത് ഡ്യൂട്ടിക്കായി തൃശ്ശൂരിലേക്ക് എത്തിയ ADGP എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഇടപെടാതെ ഇരുന്നത്? ഒപ്പം സിറ്റി പോലീസ് കമ്മീഷണർ വിളിച്ചിരുന്നു, ആ ഫോൺ കോളും എടുത്തിട്ടില്ല. ഇത്തരത്തിൽ ഫോൺ കോളുകൾ എടുക്കാത്ത കാര്യങ്ങളും പ്രശ്നങ്ങളിൽ ഇടപെടാത്ത കാര്യങ്ങളും രാവിലെ വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും MR അജിത് കുമാർ അതിലൊന്നും സംസാരിക്കാതെ ഫോൺ പൂർണ്ണമായും സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോയി എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ DGP സംസ്ഥാന മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. ശരി. തൃശൂർ പൂരം കലക്കലിൽ ഗുരുതര വീഴ്ചയെന്ന റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ട് DGP സർക്കാരിന് കൈമാറി. അന്നത്തെ ADGP ആയിരുന്ന MR അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയുണ്ടായെന്ന് DGP ഷേഖ് ദർവേഷ് സാഹിബ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. D ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.